നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയില് ചട്ടി അങ്ങനെ പ്രകാശൻ നേരെ ചെല്ലുന്ന ബാലണ്ണന്റെ അടുത്തേക്കാണ്. അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലണ്ണൻ ചോദിച്ചു, എന്താടാ പ്രകാശ, അല്ല നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കിയോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, ഡിസ്ചാർജ് ആക്കി ബാലണ്ണാന്ന് പറയണം. എടാ എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കാം. ബാലണ്ണ, എനിക്ക് വേറെ പോകാനായിട്ടൊരു സ്ഥലമില്ല, കയറി കിടക്കാനായിട്ടൊരു ഇടമൊന്നും ഇല്ലാന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയാം. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കി തരണമെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ ബാലണ്ണം പറഞ്ഞു, എടാ പ്രകാശ, ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ അറിയാലോ. എനിക്ക് പറ്റുവാഞ്ഞിട്ടല്ല ഞാൻ ഈ ചുമച്ചും കുറച്ചൊക്കെ ഈ വർക്ക്ഷോപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. വീട്ടിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ. അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്നെയും കൂടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയണം. അതുകൊണ്ട് എനിക്കതൊന്നും പറ്റുന്ന കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ തന്നെയാ. നിന്റെ സ്വന്തം പെറ്റമ്മ തന്നെയല്ലേ നിന്റെ കാല് തല്ലി പിടിച്ചേ. എടാ, നേരെ ചൊവ്വേ നടക്കുമായിരുന്നു, ഈ കുഴപ്പം ഉണ്ടായിരുന്നെന്ന് ചോദിക്കണം. അല്ല, നല്ലൊരു സ്റ്റിക്കൊക്കെ ആണല്ലോ കയ്യിലിരിക്കുന്നത്, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കണം. അപ്പോൾ വോക്കി സ്റ്റിക്ക് ഒരെണ്ണം കല്യാണി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, ഇത് അമ്മ കൊണ്ടേ തന്നാന്ന് പറയണം. അവര് കാലും തല്ലി ഒടിച്ചിട്ട് സ്റ്റിക്കും കൊണ്ടേ തന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് കല്യാണി മോള് കൊടുത്തു വിട്ടായിരിക്കും എന്ന് പറയണം. നിന്റെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളൊക്കെ കല്യാണി മോള് തന്നെ ആയിരിക്കും അടിച്ചാൽ, അല്ലാതെ വേറെ എവിടുന്നാടാ. നിന്റെ അമ്മയുടെ കയ്യിൽ പൈസയുണ്ടോ? ഇതിന് മാത്രം പൈസ എടുക്കാൻ നിന്റെ അമ്മയുടെ കയ്യിലുണ്ടോന്ന് ചോദിക്കാം. എല്ലാം അവള് ചെയ്തു തന്നാന്ന് പറയണം. ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ ആ മോളെ സമ്മതിക്കണം. നീ ഇത്ര ക്രൂരത ചെയ്തിട്ട് പോലും അവള് വീണ്ടും വീണ്ടും നിന്റെ സഹായിക്കുന്നുണ്ടല്ലോടാ. പക്ഷെ അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല ആ സഹായം ഏറ്റുവാങ്ങാനുള്ള. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ദേ ബാലണ്ണ, എനിക്കാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലുള്ള വഴിയില്ല എന്ന് പറയണം. ആ തള്ള എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇറക്കി വിട്ടെങ്കിലും എൻ്റെ കയ്യിലേക്ക് 1 രൂപ പോലും വെച്ച് തന്നില്ല എന്ന് പറയണം. എടാ, ആ പ്രായം ചെന്ന അമ്മ നിനക്ക് പൈസ വെച്ച് തരണമല്ലേ. നാണം ഉണ്ടോളോ നിനക്ക് ചോദിക്കാനായിട്ട്. നീ ഈ പ്രായത്തിൽ അവർക്കാ ചെലവ് കൊടുക്കേണ്ടത്. പക്ഷെ അവര് നിന്റെ കയ്യിലേക്ക് പൈസ വെച്ച് തരണം പോലും. അവരായതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചെന്ന് പറയണം. പിന്നെ ആ തള്ള കാരണമല്ലേ എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ചോദിക്കാം. എടാ, അത് നിന്റെ കയ്യിലിപ്പോണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇനി നീ പഠിച്ചിട്ടില്ലേ പ്രകാശ. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയാ. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഇത്തിരിയെങ്കിലും കുറ്റബോധം നിനക്ക് ഉണ്ടായില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഗതി പിടിക്കില്ലെന്ന് പറയാം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ആ തള്ള എന്നെ കാല് ഒടിച്ച സമയത്ത് എൻ്റെ കഴുത്തിന് കത്തി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് വിഷമിക്കേണ്ടി വരില്ലായിരുന്നു പറയാം. എടാ, അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത് കൂട്ടിയതിനൊക്കെ ശിക്ഷ ആരും അനുഭവിക്കും. നീ തന്നെ വേണ്ട അനുഭവിക്കാനായിട്ട്. അതുകൊണ്ട് ദൈവം അത്ര പെട്ടെന്ന് നിന്നെ മുകളിലേക്ക് വിളിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടുന്ന് പ്രകാശം നാണം കിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് പ്രകാശം പെട്ടെന്ന് നടക്കുന്ന സമയത്ത് തട്ടി വീഴായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം ബാലണ്ണം പറഞ്ഞ്, നോക്കിപ്പോടാ, പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ പ്രായമല്ലേ, അതുകൊണ്ട് നോക്കിപ്പോയില്ലെങ്കിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഇനിയും പ്രശ്നമാവെന്ന് പറയണം. അങ്ങനെ പ്രകാശൻ അങ്ങോട്ടേക്ക് നടക്കുക. അങ്ങനെ ഇച്ചിരി ദൂരം നടന്നു വെച്ചാൽ പ്രകാശം മടുത്തു. പിന്നീട് പ്രകാശൻ എന്ത് ചെയ്യാണ്, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരു കടത്തലിനെ അങ്ങോട്ട് കയറുകയാണ്. അപ്പൊ കയ്യിലൊരു ചെറിയ ഭക്ഷണപ്പൊതിയൊക്കെ ഉണ്ടായിരുന്നു, എവിടുന്നോ ഇരുന്ന് വാങ്ങിയതാ. എന്നിട്ട് അതൊക്കെ ആയിട്ട് ആ കടത്തിനെ കയറുന്ന് കഴിക്കാൻ തുടങ്ങി. വിശപ്പിനോളം വരുമില്ലല്ലോ മറ്റൊന്നും. ആ സമയത്താണ് കിരണും കല്യാണി അപ്രതീക്ഷിതമായിട്ട് എന്നോട് വരുന്നത്. അവര് കണ്ടു പ്രകാശൻ അവിടെ നിന്ന് കഴിക്കണേ. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ കല്യാണിയോട് പറഞ്ഞു, നോക്ക് കല്യാണി, കണ്ടില്ലേ, എത്ര ഉയർന്നു പൊങ്ങി നടന്നവനാ, ഇപ്പൊ അയാളുടെ അവസ്ഥ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, ശരിയാ, അയാൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ്. അത്രമാത്രം ദുഷ്ടത്തിൽ അയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. കിരൺ പറഞ്ഞു, ഒരു കാരണവശാലും ഇനിയിപ്പോൾ അയാളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ സഹായിക്കാനോ കയറ്റാനോ പോയേക്കല്ലെന്ന് പറയാണ്. കല്യാണി പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് അയാൾ വരുമെന്ന് കിരണേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, കാരണം അത്രയ്ക്ക് വലിയ ദുഷ്ടതകളൊക്കെ എല്ലാവരും ചെയ്തു കൂട്ടിയത്, അതുകൊണ്ട് വരത്തില്ല എന്ന് പറയണം. എനിക്ക് നിന്റെ കാര്യത്തിൽ അത്ര വിശ്വാസം പോരാ, നിനക്ക് വീണ്ടും അയാളെ സഹായിക്കാനൊക്കെ തോന്നുന്നു പറയണം. അത് പിന്നെ കിരണേട്ടനെ അറിയാലോ എൻ്റെ സ്വഭാവം എന്താന്ന്. എത്രയൊക്കെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് അവസാനം അവരോട് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ തോന്നും. ഇതിപ്പോ സ്വന്തം അച്ഛനായി പോയി, എന്നാലും ഈ തവണ എനിക്ക് അയാളോട് ഒന്നും തോന്നത്തില്ല, കാരണം അയാൾ അതുമാതിരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാൻ ഭാനുമതി മുത്തശ്ശിയുടെ കൈ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാനായിട്ട്. അത് മാത്രമല്ല, ചെലവിനായിട്ട് ഇച്ചിരി പൈസ കൈ വെച്ച് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. മുത്തശ്ശി അത് കൈ കൊടുത്തിട്ടില്ല എന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശിക്ക് ആ പൈസ അനാഥാലയത്തിൽ കൊടുക്കണത്, ഇതിനേക്കാളും 100 പുണ്യം കിട്ടും അനാഥാലയത്തിൽ കൊടുക്കുവാണെങ്കിൽ എന്ന് മുത്തശ്ശി പറഞ്ഞു പറയാം. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും എവിടുന്നേലും എരുന്നും ഭക്ഷണം വാങ്ങിച്ചായിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ 5 പൈസ ഇല്ലോ, എവിടുന്ന് വാങ്ങിക്കാനാന്ന് ചോദിക്കുക. അത് ശരി തന്നെയാ, അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയണം. അല്ലാതെ വേറെ എവിടുന്ന് അയാൾക്ക് പൈസ ഉണ്ടാതെ അയാളുടെ കയ്യിൽ 5ന്റെ പൈസ ഇല്ലോ എന്നൊക്കെ പറയണം.
പിന്നീട് കല്യാണിയും കിരണവും കൂടെ പോവാ. ഈ സമയത്ത് പ്രകാശൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കിട്ട് അങ്ങനെ നിൽക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പുള്ളിക്കാരൻ വരുന്നത്. എന്നിട്ട് ചോദിച്ചു, ആഹാ ഇതാര് പ്രകാശനോ, ഇതെന്ത് പറ്റിയാണ് നിന്റെ കാലിന്? അത് പിന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന് പറയണം. ആക്സിഡന്റോ? നിന്റെ അമ്മ തല്ലി ഓടിച്ചാൽ നാട്ടിൽ മൊത്തം പാട്ടാണല്ലോടാ. പിന്നെ ഇത് പാർട്ടി ഓഫീസിന് മുൻവശ, ഇവിടെ ഇരിക്കാൻ നോക്കണ്ട, അപ്പുറത്തേക്കാനും മാറി വേറെ എവിടെയും പോയിരിക്കുക, ഇവിടെ ഇരുന്നിട്ടുണ്ട് പ്രശ്നമാകുമെന്ന് പറയണം. അങ്ങനെ അവസാനം പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുക. പ്രകാശന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയെ കാര്യങ്ങൾ എല്ലാവരും വന്ന് എഴുന്നേപ്പിച്ചു വിടുവാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലാതെ പ്രകാശം വല്ലാതെ ബുദ്ധിമുട്ടുവാണ്. ആ സമയത്ത് ദീപയും ഭാനുമതിയമ്മയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ദീപയോട് ഭാനുമതിയമ്മ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മോളും ഈ പറയുന്ന എല്ലാവരും നന്ദി പറയേണ്ട ആരോടാണെന്നറിയോ? കിരൺ മോനോടാണ്. ഇത്ര നല്ലൊരു മരുമോനെ കിട്ടിയതിൽ നീ പുണ്യം ചെയ്യണം ദീപയെന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ അവന് ഈ കുടുംബത്തിലേക്ക് മരുമോനായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവനെ പോലെ തന്നെ ഫുൾ സപ്പോർട്ടോടെ നിൽക്കുന്ന ഒരാൾ വേണം മരുമോനായിട്ട് വരാനായിട്ട്. ആ കാര്യത്തിൽ നീയൊക്കെ ഭാഗ്യം ചെയ്തേക്കുന്നവരാന്ന് പറയണം. അപ്പോഴേക്കാണ് കിരണ്ടും കല്യാണ്ട അവരാ. എന്താ രണ്ടുപേരും കൂടെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി പറഞ്ഞു, അതെ ഇപ്പോഴെങ്ങും ചാവത്തില്ല, നല്ല ആയുസുണ്ടെന്ന് പറയണം. ആർക്കാ ആയുസ്? രണ്ടുപേർക്കും ആയുസുണ്ടെന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം ദീപ പറഞ്ഞു, അമ്മ പറയായിരുന്നു കിരൺ മോനെ പോലെ നല്ലൊരു മരുമോനെ കിട്ടാണ്ട് പുണ്യം ചെയ്യണമെന്ന്. ഇത് കേട്ട് ഞാൻ കല്യാണം പറഞ്ഞു, അത് ശരി തന്നെയാ. കിരണേട്ട സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാണ്. കിരൺ പറഞ്ഞു, അത്രയ്ക്ക് എന്നെ അങ്ങോട്ട് പൊഴുത്തി പറയൊന്നും വേണ്ടെന്ന് പറയാ. അല്ല ഉള്ള കാര്യം കിരണേട്ടാ പറഞ്ഞേ, ശരിക്കും ഒന്ന് ആലോചിക്കേ, ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ ഞാൻ ഇവിടം വരെ എത്തി നിൽക്കണേന്ന് എന്നൊക്കെ പറയണേ. ആ സമയത്ത് കിരൺ ദീപയോട് പറഞ്ഞു, ഇന്നൊരു കാര്യം ഉണ്ടായമേന്ന് പറയണേ. കാര്യം? എന്ത് കാര്യം? ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആ പ്രകാശനുണ്ടല്ലോ, അവനെ കടത്തിനെ കയറി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. കടത്തിനെ കയറി ഇരുന്നിട്ടോ? അതെ, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നത്. അല്ല അപ്പൊ ഫുഡ് ആര് വാങ്ങിച്ചു കൊടുത്തു? അതിപ്പോ ആരോടെങ്കിലും ആയിരുന്നു വാങ്ങിയതായിരിക്കും, അതിനാവാനാണ് ചാൻസ് കൂടുതലെന്ന് പറയണ. ആ സമയം ഭാനുമതിയമ്മ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ തന്ന പൈസ ഞാൻ അയാളുടെ കൈ വെച്ച് കൊടുത്തില്ല. കാരണം അയാൾ അങ്ങനെ സൂഹിക്കണ്ടെന്ന് കൂടെ വിചാരിച്ചു. കുറച്ച് അനുഭവിക്കട്ടെ, എൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവന് കാലം നേരെയായിട്ടുണ്ടെങ്കിൽ കല്യാണി മോളെ കൊല്ലാനായിട്ട് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും പാടില്ല. അയാളിങ്ങനെ എഴഞ്ഞു നീങ്ങി നടക്കണം. അയാളെ കൊണ്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വേണം. ആ സമയത്ത് വേണം ഞാൻ അവരെ പോയി നോക്കിയാള് മോളെ എന്നൊക്കെ പറയണം. ഇപ്പൊ എന്താണെങ്കിലും തക്കാലത്തേക്ക് അവനിങ്ങനെ നടക്കട്ടെ, അവനൊരു സഹായം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം. അവൻ മുട്ടിലെഴേണ്ട അവസ്ഥ വരും, എന്നാലും അവൻ പഠിക്കുള്ളൂ എന്നൊക്കെ ഭാനുമതിയമ്മ അവരോട് പറയണം. കിരണും കല്യാണം പറഞ്ഞു, അതൊക്കെ ശരിയാ മുത്തശ്ശി, അയാൾക്കിനി അങ്ങനെ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. അയാൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം. പിന്നീട് പ്രകാശം നേരെ ജയിലിലേക്കാണ് പോകുന്നത് വിക്രത്തിനെ കാണാനായിട്ട്. വിക്രത്തിനെ കണ്ടില്ലായിരുന്നല്ലോ. അങ്ങനെ ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വന്നു അങ്ങോട്ടേക്ക്. പ്രകാശനെ കണ്ടെന്ന് ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ കാലിന് ചോദിക്കുക. കുഴപ്പമില്ല, കുറവുണ്ടെന്ന് പറയണം. എന്നാലും മുത്തശ്ശി അങ്ങനെ ചെയ്തല്ലോ അച്ഛാന്ന് പറയണ. എടാ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അത്രമാത്രം ദുഷ്ടതരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേന്ന് ചോദിക്കോ. ഓ ഇപ്പൊ അങ്ങനെയായ കാര്യങ്ങളൊക്കെ. അച്ഛാ അച്ഛൻ്റെ കാലിലേ മേലാത്തുള്ളൂ, ഒരു കാലിലേ കുഴപ്പമുള്ളൂ, മറ്റേ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഉള്ള കാല് വെച്ച് ആ കല്യാണിയും കിരണിനെ എങ്ങനെ ഇല്ലാതാക്കാൻ നോക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു, ഇല്ലാതാക്കാനോ? നീ എന്തൊക്കെയാടെ പറയണെന്ന് ചോദിക്കുകയാണ്. അച്ഛാ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ, അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് അവരെ ഇല്ലാതാക്കൂന്നൊക്കെ. എടാ അതൊക്കെ വെറും ഇനിയിപ്പോൾ തോന്നൽ മാത്രമാണെന്ന് എനിക്ക് തോന്നണേ. എന്താ അച്ഛാ അങ്ങനെ പറയണേ? എടാ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എടാ നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജീവൻ നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കൊരു തട്ടുകട ഇട്ടാണെങ്കിലും നന്നായിട്ട് ജീവിക്കാടാ, വെറുതെ എന്തിനാ ഇനി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ ഇഷ്ടപ്പെട്ടില്ല. വിക്രം പറഞ്ഞു, അങ്ങനെ ജീവിക്കാനാണെങ്കിലേ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, താൻ പോയി തൂങ്ങി ചാടുമെന്ന് പറയാണ്. എന്താടാ നീ പറഞ്ഞേ? തന്നോട് പോയി ചാകാനായിട്ട്. പ്രകാശൻ അങ്ങോട്ട് കേട്ടപ്പത്തിനും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രകാശൻ. ഈ സമയത്ത് വിക്രത്തോട് പ്രകാശം പറഞ്ഞു, എടാ എന്നാലും നിനക്കറിയാലോ, നീ ഇപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ, ചെറുതിലെ മുതൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നെ ബാക്കി രണ്ട് മക്കളെക്കാളും പെൺമക്കളെക്കാളും അതിൻ്റെ ഇരട്ടി സ്നേഹം തന്നെ നിന്നെ സ്നേഹിച്ചത്. പക്ഷെ ആ സ്നേഹം കാണാനായിട്ട് നിനക്ക് കണ്ണില്ലാതെ പോയല്ലോ എന്ന് പറയാണ്. അത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു, കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട, എനിക്ക് സെന്റിമെന്റ്സിലൊന്നും അധികം വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് എഴുതി അടിക്കാതെ പോകാൻ നോക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിതനായിട്ടുണ്ടെങ്കിൽ ആദ്യം കിരണേയും കല്യാണിയേയും തീർക്കാനായിട്ട് പോകുന്നേ. പിന്നെ ഒരു കാര്യം, ഇനി ഇതിന്റെ പേരിൽ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത്, നിന്റെ രാജാവായിട്ട് കാണാനല്ലേ ഞാൻ ആഗ്രഹിച്ചേ, എന്നിട്ട് ഇപ്പം നീ ഒരു കള്ളനും പിടിച്ചു പറിക്കാനുമായിട്ട് ജയിലിൽ കിടക്കാന്ന് വെച്ചാൽ അച്ഛാ രാജാവ് ഒന്നും മിണ്ടാതെ പോയിക്കോണം. അച്ഛൻ്റെ രാജാവ് അത് കാരണം മനുഷ്യൻ ഒന്നും ഒരിടത്തും എത്താതെ പോയത് ഇപ്പം ഈ അവസ്ഥയ്ക്ക് കാരണം.
ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ എൻ്റെ ക്രിമിനൽ മൈൻഡ് മാറ്റാണ്ട് പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്ന അറിയാലോ. ഞാൻ വീട് കയറി കൊള്ളയടിക്കും, പലരെ ആക്രമിക്കുകയൊക്കെ ചെയ്യും. അതായിരിക്കും ഇനി നടക്കാൻ പോണെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ പ്രകാശന് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു വല്ലാത്തൊരവസ്ഥയെ പ്രകാശൻ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുകയാണ് വിക്രത്തിന്. ഈ സമയത്ത് വിക്രം പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ദേ അവർക്കിട്ട് കൊടുക്കാനുള്ള പണി തയ്യാറാക്കി വെച്ചേക്കണം. അല്ലെങ്കിലുണ്ടല്ലോ ഈ വിക്രത്തിന്റെ സ്വഭാവം ശരിക്കും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നുള്ളെന്നൊക്കെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞ് പ്രകാശം പറഞ്ഞു, എടാ മോനെ അത് വേണ്ടാന്ന് പറയണം. വേണ്ടെന്നോ? അങ്ങനെയൊന്നും പറയാനായിട്ട് അല്ല, അങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇത്തരം കാലം ഒന്നുമില്ലല്ലോ എൻ്റെ കൂടെ കഴിഞ്ഞല്ലേ, നാണം ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനെന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ മെയിനായിട്ടുള്ള ശത്രു ആ കിരണും കല്യാണിയുവാ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ആദ്യം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ജയിലെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പുത്തിരിയൊന്നുമല്ല. ഇത്ര ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം നിൽക്കുവാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ലെന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയെ പ്രകാശം നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.